ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറും 2 ചേരുവകളുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മളിൽ പലരും നല്ലൊരു വരുമാനം ആഗ്രഹിക്കുന്നവരായിരിക്കും. എന്നാൽ പുറത്ത് പോയിട്ട് ജോലി ചെയ്യാനും പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു മുതൽ മുടക്കും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 പീസ് ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചെടുക്കണം. ശർക്കരയിൽ ഒരുപാട് അഴുക്കുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ശർക്കര മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അരിച്ചിട്ട് തിരിച്ച് ഈ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റവയാണ് കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് ചേർത്തിട്ട് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ ചേർത്തിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കണം. 2 മിനിറ്റ് മൂടി വെക്കുമ്പോഴേക്കും ഇതൊന്നുകൂടെ ഒന്ന് മാവ് തിക്കായിട്ട് വരും. നമുക്ക് കുഴച്ചെടുക്കാനുള്ള ആ ഒരു പാകത്തിന് ഈ മാവ് കിട്ടും. ശർക്കരപ്പാനി മുഴുവനായിട്ടും റവ അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്തൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്കുള്ള ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഈ ഓയിൽ എന്ന് പറയുന്നത് തികച്ചും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ. നമുക്ക് വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിൽ കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന കാശിന് മുതലാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു റവൻ്റെ കൂട്ട് നല്ല പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിതിൽ നിന്ന് ഓരോ ബോൾ ഉണ്ടാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമുക്ക് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മളിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട കേട്ടോ. ഇതിലേക്കുള്ള റവയൊക്കെ നമ്മൾ വേവിച്ചെടുത്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത് കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. ശർക്കരയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലുള്ള വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്